ആർക്കാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ ഇഷ്ടമില്ലാത്തത്? സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. എന്നാൽ കർത്താവ് പറയുന്ന ഒരു വചനം നമ്മുടെ എല്ലാ മനസ്സിനെ ഒന്ന് സ്പർശിക്കണം. ധനികന് സ്വർഗരാജ്യത്തിൽ കടക്കാൻ പറ്റില്ല. എന്താണ് ഈ ധനം എന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അത് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, ദൈവത്തിൽ നിന്നും നിന്നെ അകറ്റുന്ന എന്തുമായിക്കോട്ടെ, ദൈവത്തെ ആശ്രയിക്കാതെ നീ ആശ്രയിക്കുന്ന മറ്റെന്തിനേയും അത് നിന്റെ ധനമായിട്ട് നിനക്ക് കരുതാം. അതിൻ്റെ അധികാരമാവാം, അല്ലെങ്കിൽ നീ മറ്റു വസ്തുക്കളെ സ്നേഹിക്കുന്നതാവാം, ദൈവത്തിന് കൊടുക്കുന്ന സ്ഥാനം കൊടുക്കാതിരിക്കുന്നതാകാം. നിന്റെ അധികാരവും ധനവും നിന്റെ തന്നെ കഴിവുകളെ നീ ആശ്രയിക്കുന്നതാവാം. അപ്പോൾ എപ്പോഴും മനസ്സിൽ ഉറപ്പിക്കുക, സ്വർഗരാജ്യത്തിൽ നിനക്ക് പ്രവേശിക്കണമെങ്കിൽ നീ ആദ്യം കൊടുക്കേണ്ട സ്ഥാനം ദൈവത്തിനാണ്. അതുപോലെ തന്നെ നീ ധനമെന്ന് കരുതുന്നതിൽ നിന്നെല്ലാം ഒരു കൈ അകലം പാലിക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ധനമുണ്ടാകരുത് എന്നല്ല, എന്നാൽ അതിന് അമിത പ്രാധാന്യം കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ തലവണങ്ങി ആശീർവാദം സ്വീകരിക്കാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗാവാസവും ഇന്നും എപ്പോഴും നിങ്ങളോടൊപ്പവും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ വ്യക്തികളോടൊപ്പവും നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും